ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സുനന്ദയെ സുഭാഷിന് വേണ്ടി വിവാഹം ആലോചിക്കാമെന്ന് നിധി വീട്ടിൽ പറയുകയാണ്. പക്ഷേ അതിന് അനിയന്മാർക്കൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നിധി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് സുഭാഷ് ചേട്ടൻ ജീവിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ് ചേട്ടൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ മുൻകൈ എടുത്ത് നടത്തി കൊടുക്കണം. അതാണ് ചേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയും. നിധിയുടെ വാക്കിനെ അവരനുസരിക്കുന്നു. അവർ സുനന്ദയെ വിവാഹം ആലോചിക്കാമെന്ന് സമ്മതിക്കുന്നു. ഭാസ്കരനോട് ഈ കാര്യം പറയുമ്പോൾ ഭാസ്കരൻ പറയും, എനിക്കൊരിക്കലും താല്പര്യമില്ല ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ. ഒരിക്കലും അവരിതിന് സമ്മതിക്കത്തുമില്ല. പിന്നെ മോക്കറിയത്തില്ല വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത്. വെറുതെ അവിടെ പോയി നാണം കെടേണ്ടി വരുമെന്ന് പറയും. അച്ഛനും കൂടി ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുമ്പോൾ, ഞാനോ ആ ഭൂതനയുടെ മോളെ വിവാഹം ആലോചിക്കാനോ? ഞാൻ വരത്തില്ല. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി സുനന്ദയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഇന്ന് നിധിയും അനിയന്മാരും സുനന്ദയെ സുഭാഷ് ചേട്ടന് വേണ്ടി വിവാഹം ആലോചിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ലളിത ഒരു കാരണവശാലും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അവരോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ലളിത നിധിയോട് പറയുന്നു, ഞാൻ എൻ്റെ മോളെ ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നത് ഗൾഫുകാരന് വേണ്ടിയാണ്. നല്ല സാമ്പത്തിക ചുറ്റുപാടും നല്ല കുടുംബവും എല്ലാം ഉള്ളൊരു ആലോചന വന്നിട്ട് ഒരു കൊലപാതകയുടെ വീട്ടിലോട്ട് ഞാൻ എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ചയക്കണം. അതിനാണോ ഞാൻ അവളെ ഇത്രയും വളർത്തി വലുതാക്കിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛൻ കൊലപാതകമൊന്നുമില്ല എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഒരു തെറ്റും ചെയ്യാതാണോ അയാൾ ജയിലിൽ പോയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവരെയും അനിയന്മാരെയും നിധിയെയും വളരെ ദേഷ്യപ്പെട്ടാണ് അവിടുന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അവർ വളരെ വിഷമിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. മടങ്ങി വരുന്ന അവരെ കാണുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ ആ വീട്ടിൽ പോയി വിവാഹം ആലോചിക്കരുത്, അവിടെ പോയാൽ നാണം കെട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. നിനക്കല്ലായിരുന്നു അതിന് നിർബന്ധം, മുതിർന്നവർ പറഞ്ഞാൽ കുറച്ചെങ്കിലും അനുസരിക്കണമെന്ന് പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കും നികേശ്വരൻ ഏട്ടത്തിയോട്, അച്ഛൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, അച്ഛൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛൻ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോകണ്ടല്ലേ എല്ലാവരും ഞങ്ങളെ ജയിൽ പുള്ളിയുടെ മക്കളെന്ന് പറയുന്നതെന്ന് പറയും. ഇനി എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണെന്ന് പറയും. അങ്ങനെ ഭാസ്കരൻ അങ്ങ് അകത്ത് കയറിപ്പോവും. ഇപ്പോഴത്തേക്ക് സുനന്ദയെ വിവാഹാലോചിച്ച കാര്യം അറിയുന്ന സുഭാഷ് വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ അവരോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാതെ അവരുടെ വീട്ടിൽ പോയി സുനന്ദയെ വിവാഹാലോചിച്ചെന്ന് ചോദിക്കും. ചേട്ടന് സുനന്ദയെ അത്ര ഇഷ്ടമായിട്ടല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പോൾ നിധി പറയും, അവരോട് ദേഷ്യപ്പെട്ട സുഭാഷ് ചേട്ടൻ, ഞാൻ പറഞ്ഞിട്ട് അവരങ്ങനെ ചെയ്തത്. സുഭാഷ് ചേട്ടനെ സുനന്ദയോട് ഇഷ്ടക്കൂടുതലുള്ള മനസ്സിലാക്കി നമുക്ക് പോയി വിവാഹം ആലോചിക്കാമെന്ന് പറഞ്ഞതെന്ന് പറയും. എന്തിനാണ് മോളെ അങ്ങനെയൊക്കെ ചെയ്തത്? ആ വീട്ടുകാർ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കത്തില്ലെന്ന് അറിയാമല്ലോ. മുമ്പ് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ കേസും പ്രശ്നങ്ങളൊക്കെ ആയതല്ലേ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി അങ്ങ് അകത്ത് കയറിപ്പോവും. അതിനുശേഷം രാവിലെ നിധി ഫോൺ എടുത്ത് നോക്കുമ്പോൾ അല്ലാതെ കുറച്ച് റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അത് നികേഷിനെ ഹരീഷിനെ കാണിക്കും. അപ്പോഴത്തേക്കും ഇതിനകത്ത് 1-2 ആലോചന വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം സുഭാഷ് ചേട്ടന് വേണ്ടി നോക്കാമെന്ന് പറയും. സുധീശ്വരൻ ജ്യോതിയായിട്ടുള്ള കല്യാണം മുടങ്ങിയ കാര്യം സുഭാഷ് ചേട്ടനോട് പറയേണ്ടായോ? അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ രാവിലെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സുഭാഷിനെ കാണുന്ന നിധി പറയും, സുഭാഷ് ചേട്ടനോട് ദേഷ്യമുണ്ട്. എന്തിന്? അല്ല, ഞാൻ ഇന്നലെ സുനന്ദയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചത്. അത് നടക്കത്തില്ലെന്ന് അറിയാമല്ലോ മോളെ, അതുകൊണ്ടാണ് ഞാൻ ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞത്. അവൾ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയും. അതിനുശേഷം ചായ, അച്ഛനാണോ ചായ ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചായ എടുത്ത് ഭാസ്കരന് കൊണ്ട് കൊടുക്കും. ഭാസ്കരനോട് പറയും, അച്ഛാ ചായ എന്ന് പറഞ്ഞാൽ ചായയൊക്കെ മേടിച്ച് കുടിക്കും. അച്ഛനും അച്ഛന് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ട്? എന്തിനാ മോളെ? എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല, അത് നടക്കത്തില്ലെന്നറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ്റെ ഇരിക്കുന്ന കഴിക്കാൻ ഒരു സ്വീറ്റ്സ് എടുത്ത് നിധിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ എല്ലാവരും സംസാരിക്കുമ്പോൾ ഈ സുഭാഷ് ഹാളിലോട്ട് വരും. അത് ചോദിക്കും, നിതീഷ് ചോദിക്കും, അത് ജ്യോതി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും. വിളിച്ചിരുന്നു. എന്താ ചോദിച്ചത്? അത് ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഫുഡൊക്കെ കഴിച്ചു എന്ന് ചോദിച്ചു. ഏട്ടൻ എപ്പോഴും ഫുഡിൻ്റെ കാര്യമേ ചോദിക്കാനുള്ളൂ ചോദിക്കും. പിന്നെ ഞാൻ എന്താണ് പ്രത്യേകിച്ച് ചോദിക്കേണ്ടതെന്ന് പറയും. എന്താ നിങ്ങളെ വിളിച്ചിരുന്നു എന്ന് ചോദിക്കും. അപ്പം നിധി പറയും, ഞങ്ങളെ വിളിച്ചിരുന്നു സുഭാഷ് ചേട്ടൻ എന്ന് പറയും. എന്താ പറഞ്ഞത്? അത് എങ്ങനെ പറയേണ്ടതെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു നിധിക്ക്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. കാരണം ജ്യോതി വിളിച്ചിട്ട് സുഭാഷുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ കാര്യം സുഭാഷിനോട് എങ്ങനെ പറയുമെന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.